94 വയസ്സായ മലയാള സിനിമയ്ക്ക് അത് ഷോ തന്നെയായിരുന്നു. ആൻഡ് ദ ഷോ വാസ് ഓൺ. അതുകൊണ്ട് ആർക്കും സമയം കിട്ടാത്തതുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സ്ത്രീകൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അതിന് പഠിക്കാനൊരു കമ്മിറ്റി വേണം എന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടാവുന്നത്. ഇതേപോലെ തിരക്കൊഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പോയിട്ട് ചെയ്തതാണ്. അതൊന്നും തിരക്കിൽ ഇവരാരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവരുടെ തന്നെ അംഗങ്ങൾ അവിടെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ തന്നെ അംഗങ്ങളുടെ പലതവണ അവരുടെയൊക്കെ മൊഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പോലും ഇവരാരും തിരക്കിയിട്ടില്ല. അവരുടെ പാതിയോളം സ്ത്രീകളുള്ള ഒരു ലോകത്ത് സ്ത്രീകൾക്ക് സിനിമയിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന ഒരു ക്യൂരിയോസിറ്റി സേക്കെങ്കിലും നമ്മൾ ചോദിച്ചു പോകും. അതുണ്ടായിട്ടില്ല. പിന്നെ നിരന്തരമായിട്ട് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. ഒന്നാമത് കമ്മിറ്റി കാലതാമസം എടുത്തിരുന്നു അത് പബ്ലിഷ് ചെയ്യാൻ. ആ സമയത്ത് പലരും, നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് വൈകിയപ്പോൾ 4.5 വർഷത്തോളം വൈകിയപ്പോൾ വീണ്ടും വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പം അത്തരം സമൂഹത്തിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ വായിക്കുന്നില്ല എന്നാണോ? കയ്യിൽ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് മാത്രമായിരിക്കുമോ വായിക്കുന്നുണ്ടാവുക? ഒരു ന്യൂസ് പേപ്പറൊന്നും വായിക്കുന്നില്ല, അല്ലെങ്കിൽ വാർത്തകളൊന്നും ചുറ്റും നടക്കുന്നത് കാണുന്നില്ല എന്നൊക്കെ വേണം നമ്മൾ അനുമാനിക്കാൻ. പിന്നെ ആ പറഞ്ഞതിലൊക്കെ ഒരു ക്രൂരമായിട്ടുള്ള പരിഹാസം എനിക്ക് സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അത് പറയുമ്പം കരഞ്ഞിട്ട് ജീവിതം റദ്ദായി പോയ, അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന, ഇപ്പോഴും കാലം എത്ര കഴിഞ്ഞിട്ടും ആ ഭയം പോലും, ഇൻറ്റിമിഡേഷൻ മാറാത്ത, ഏറ്റവും അവസാനം സ്റ്റേ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി പോയ രഞ്ജിനിയുടെ ഹൃദയമെടുപ്പ് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ നടന്ന് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പലരും വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്നിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇത്ര ലാഘവത്തോടെ ഒരാൾ സംസാരിക്കുമ്പം അതിൽ ഒളിച്ചു വെച്ച ഒരു പരിഹാസവും ആ പരിഹാസത്തിൻ്റെ ക്രൂരതയാണ് അതാണ് എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്തത്. അറിയാത്തതല്ല എന്ന് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാരണം ബാക്കി എല്ലാവർക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാം. ഇതിപ്പോൾ കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യം അവർ കൂടി പറയുന്നുണ്ട്, അമ്മ കൂടി പറയുന്നുണ്ട്. കേസെടുത്തോട്ടെ, കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ വരുന്നുണ്ട്. സ്വാഗതാർഹമാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ, അതിൽ യാതൊന്നും ഭയപ്പെടാനില്ല. അതൊരു ഓപ്പൺ ചാലഞ്ചാണ്. ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാൽ കേസ് എടുക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ധ്വനി നമുക്കറിയാം. നമ്മൾ ഈ ഡിസ്കോഴ്സ് അനലിസ്റ്റുകളുണ്ട്, എന്തെങ്കിലും സംഭാഷണത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ടോൺ എന്താണെന്ന് നമുക്കറിയും. വലിയ ശമ്പളമുള്ള ജോലിയാണ് അത്. സാധാരണ നിലയ്ക്ക് നമ്മളെപ്പോലെ ശരാശരി മനുഷ്യർക്കും ഈ പറഞ്ഞതൊക്കെ കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞതിലുള്ള പരിഹാസം എന്താണ് എന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവും. അദ്ദേഹം അവസാനം നടത്തിയ വെല്ലുവിളി എന്താണ് എന്നും, അദ്ദേഹം പറഞ്ഞ കേസെടുക്കട്ടെ എന്ന് പറഞ്ഞതിൽ ഒളിച്ചു വെച്ച വെല്ലുവിളി എന്താണെന്നും സാധാരണ ആൾക്കാർക്ക്, സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ഞാനല്ലെങ്കിലും ആ 15 പേരെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ വില്ലനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ സിസ്റ്റം തന്നെയാണ്. അതൊരു പ്രത്യേക എന്താ പറയുക, ഒരു വ്യവസ്ഥിതി എന്ന് പറയുമല്ലോ, അതാണ്, ആ സിസ്റ്റമാണ്. അതിൽ പേരുകൾ മാറി മാറി വരുന്നേ ഉള്ളൂ. ഈ 15ൻ്റെ ഇത് 17 10 ഒക്കെ ആവും. 15 അംഗങ്ങളുടെ ആ സംഘം അല്ല നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടത്. അത് ആ സിസ്റ്റമാണ്, ആ ഹെജിമണിയാണ്. ഇപ്പോൾ സിനിമയ്ക്ക് ഇവിടുത്തെ നിലവിലുള്ള നിയമങ്ങൾക്ക് മേലെ പ്രവർത്തിക്കാൻ പറ്റും, അതിനു മാത്രം പോകുന്ന മൈറ്റ് അവർക്കുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിലെ ഒരു വില്ലൻ എലിമെന്റ് എന്ന് പറയുന്നത്. അതാണ് ഒഴിവാക്കേണ്ടത്. പക്ഷെ അത് ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്കാണ് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിൽ പോലും സംസാരിക്കാൻ പറ്റുക. അവർക്ക് വന്നാലും കുഴപ്പമില്ല, ഹേമ കമ്മിറ്റി റെക്കമെൻഡേഷൻ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം അന്വേഷിക്കേണ്ടത്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നാട്ടിലെ നിയമം പാലിക്കുന്നുണ്ടോ, അവിടെ IC ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ 506 പേരിലെ സ്ത്രീകൾ പോകുന്ന സ്ഥലത്ത് അവർക്ക് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം കിട്ടാറുണ്ടോ, അവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം കിട്ടാറുണ്ടോ, അവിടുന്ന് ആരെങ്കിലും അവരോട് സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെടാറുണ്ടോ, അതുപോയി പരാതി പറയാൻ അങ്ങനെ സെല്ലുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് അവർക്കുണ്ട്. അതാണ് സ്ക്രോൾ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ക്രൂരമായൊരു പരിഹാസം എന്നല്ല നമ്മൾ അവർ ഇത് ഏറ്റവും സ്വീകാര്യമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് നമ്മളെ സംബന്ധിച്ചും സ്വീകാര്യമാണ്. ചെറിയൊരു കൂട്ടം ആൾക്കാർ, ഇവരോളം പ്രബലരല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ മുന്നോട്ട് വെക്കുന്നതിനേക്കാളും എത്രയോ മേലെയാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന് സാധ്യതയുള്ള ഇത്രയും പ്രബലരായ ഈ AMMA പോലെ ഒരു സംഘടന ഇങ്ങനൊരു കാര്യം നിവർത്തിച്ച് തരണം എന്ന് സർക്കാരിനോട് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ സ്ട്രോങ്ങറും ലൗഡറും ആയിരിക്കും. അദ്ദേഹം അതിനൊക്കെ തയ്യാറാണ് എങ്കിൽ അത് നമ്മളും അതേപോലെ തന്നെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാൻ കേട്ടിട്ടുള്ള മറ്റു സ്വരങ്ങളെ പറ്റി എനിക്കറിയാവുന്നതുകൊണ്ട് ഈ വിക്ടിമൈസ്ഡ് ആവുന്ന ആൾക്കാരെ രോദനം എന്താണെന്ന് നമുക്ക് അറിയുമ്പം അതിൻ്റെ മറുവശത്തിരുന്നു കൊണ്ട് ഈ വിധം സംസാരിക്കുമ്പോൾ നമുക്കറിയാം അതിൽ പരിഹാസമുണ്ട്, അതിൽ ക്രൂരതയുണ്ട്. ഇതിൽ ഇപ്പൊ ജോമോളുടെ ഒരു പ്രതികരണം കേട്ടിട്ടുണ്ടാവില്ല. ജോമോൾ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. അതായത് വാതിൽ കഥകിൽ മുട്ടുന്ന ഒരു അനുഭവം ജോമോൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്നാണ് ഒരു സ്ത്രീയായ ജോമോൾ അവിടെ നിന്ന് പറയുന്നത്. അത് ഏത് രീതിയിലായിരിക്കാം? അവർക്ക് അവരുടെ ജേണിയെ പറ്റിയിട്ട് കമന്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അവരെ കഥകിൽ ആരും തട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഫെലോ ബീയിങ്സിന് അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ നല്ലതാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സംഭവിച്ചൊരു കഥയെ ആധാരമാക്കിയിട്ടൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. വലിയ സംവിധായകനാണ് ആ സിനിമ ഉണ്ടാക്കിയത്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ. നായികമാരായി അഭിനയിക്കുന്ന നടിമാർ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുപ്രണാമം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാറുണ്ട്. സീനിയേഴ്സിനെ പറ്റി ആലോചിക്കുമ്പം കുറച്ചും കൂടെ ചരിത്രബോധം ഉണ്ടാവണമല്ലോ. നമ്മൾ നിൽക്കുന്ന പരിസരത്തിനെ പറ്റി ബോധം ഉണ്ടെങ്കിൽ മരിച്ചുപോയ ആ സ്ത്രീകളൊക്കെ എന്തിനാണ് മരിച്ചത് എന്നെങ്കിലും ജോമോളെ പോലെയുള്ളവർ നോക്കിയാൽ നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നത് സിനിമയിൽ നടന്ന കഥയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെത്ര ശരിയുണ്ട് എന്നവർക്ക് അന്വേഷിക്കാവുന്നതാണ്. എനിക്കങ്ങനെ ഒരു അനുഭവമില്ല എന്ന് പറയാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. അത് ശരിയുമായിരിക്കും. പക്ഷെ മലയാള സിനിമ പിന്നെ ഒരു കാര്യം അവരൊരു ആലിഗേഷനായിട്ട് പറഞ്ഞത് ഈ അന്തസ്സ് പോക്കി മലയാള സിനിമയിൽ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു. അത് വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ 2 എനിക്ക് തോന്നുന്നു 3 സ്ഥലത്തെങ്കിലും ഇത് എല്ലാ സിനിമാക്കാരെ പറ്റിയുമല്ല, സിനിമയിലെ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ട കേസുകളെ പറ്റിയാണ്. ഇത് ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് എഴുതി വെക്കുക മാത്രമല്ല അത് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നമുക്ക് വേറെ വഴിയില്ലല്ലോ. നമുക്ക് സർക്കാരിൻ്റെ അടുത്ത് അതിനുവേണ്ടി അപേക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മൾ അപേക്ഷിക്കുകയും സർക്കാർ മാറി വരുമ്പോഴും ഇപ്പം 4.5 കൊല്ലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പൊ ജഗദീഷിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പക്വമായ ഒരു നിലപാട് ജഗദീഷ് എടുത്തിട്ടുണ്ടോ? അതായത് അമ്മയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്. അല്ല, അദ്ദേഹമൊക്കെ വലിയ സീനിയർ ആയിട്ടുള്ള വെറ്ററൻ ആർട്ടിസ്റ്റുകളല്ലേ. എന്താ ഇതൊന്നും ഇനിഷ്യേറ്റ് ചെയ്യാതിരുന്നത്? ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി അന്വേഷണം നടക്കുന്നതും റിപ്പോർട്ട് പുറത്തുവിടുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ ടാക്സ് മണി ഉപയോഗിച്ചിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയൊക്കെ ചെയ്യുമ്പം അദ്ദേഹത്തിന് അന്വേഷിക്കായിരുന്നല്ലോ എന്താണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് പുറത്തു വരാത്തത്. ഇത്ര ഉത്തരവാദിത്വമുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യായിരുന്നല്ലോ. ഇപ്പോഴും വൈകിട്ടില്ലല്ലോ എന്നല്ല എൻ്റെ അർത്ഥം. ഐ എം ജസ്റ്റ് ക്യൂരിയസ്. അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കുക ഞാൻ. അവിടെ ഒന്നും ആ വഴിക്കൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇനിയും വൈകിയിട്ടില്ല, ഇനിയും ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹം ഉത്സാഹിച്ചാൽ നല്ലതാണ്.